3440 കോടിയുടെ പറക്കും വൈറ്റ് ഹൗസ് ഖത്തർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിലും വലിയ വിവാദം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിലുള്ള അമേരിക്കയുടെ നിലപാടുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ലോകത്തിന് അറിയാവുന്നതാണ്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷയങ്ങളെല്ലാം അമേരിക്കയുടെ നിർമ്മിതമാണ് എന്നൊക്കെ അറിയാം. എന്നിട്ടും ഈ ഒരു കാര്യം ചെയ്തത് വീണ്ടും വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. അഥവാ കരാർ റദ്ദാക്കണം എന്നുള്ള അഭിപ്രായം ഇതിനു മുൻപ് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഖത്തറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. 2025 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം നടക്കുന്നത്, അഥവാ കഴിഞ്ഞ വർഷം. 2026 അതിന് പൂർത്തീകരണം നൽകുന്നത്, അഥവാ ഈ വർഷം ഈ മാസം. അതോടുകൂടി രണ്ടാം ഘട്ടത്തിലും വിവാദം കത്തിപ്പടരുകയാണ്. ബോയിങ് 747-8 എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഖത്തർ നൽകിയതാണ്. അമേരിക്ക തന്നെ പരക്കെ എതിർപ്പും ഇത്രയും വലിയൊരു വിമാനം എന്തിന് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ രഹസ്യ കരാർ വ്യവസ്ഥകളുണ്ടോ, ഇതൊരു കൈക്കൂലിയാണോ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. $400 ബില്യൺ വില കണക്കാക്കുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3440 കോടി രൂപയായി മാറുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ആഡംബരമുള്ള ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആഡംബരം, സ്യൂട്ടുകൾ, സ്വകാര്യ ബെഡ്റൂമുകൾ, കോൺഫറൻസ് മീറ്റിംഗ് ഹാളുകൾ, അതിനനുസരിച്ചുള്ള സൗകര്യമുള്ള മറ്റ് റൂമുകൾ, ലൗഞ്ച് ഏരിയ, ഡൈനിങ് റൂം, സുരക്ഷിത കമ്മ്യൂണിക്കേഷൻ സംവിധാനം, പ്രത്യേക ഓഫീസ് സൗകര്യം, വിശ്രമമുറികളും അതിഥി റൂമുകളും, ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനം, ഭൂമിയിലെ നിലവിലുള്ള ഏറ്റവും വലിയ ആഡംബര വിമാനമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. 2025 മെയ് മാസം 11 ഖത്തർ അമീർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നു. മെയ് 21 ഈ പ്രഖ്യാപനം അമേരിക്ക സ്വീകരിക്കുകയും ചെയ്യുന്നു. തങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നു. പിന്നീട് സുരക്ഷാ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായത്. 2012-13 കാലഘട്ടത്തിലാണ് ഈ വിമാനം നിർമ്മിച്ചത്. സാധാരണ യാത്രാ വിമാനമല്ല, VVIP വിമാനമാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഖത്തർ രാജകുടുംബം മാത്രമാണ് ഇതിനു മുൻപ് യാത്ര ചെയ്തത്. 4 എഞ്ചിനുകളുള്ള ദീർഘദൂര വിമാനം ഏകദേശം 13,000 കിലോമീറ്റർ ഇന്ധനം നിറക്കാതെ പറക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു വിവാദം വരാൻ കാരണം സംഭവം 2025 കരാറ്. അതിനുശേഷം 2026 അതിൻ്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഖത്തറുമായി ഇതിൻ്റെ വിഷയം 2025 ഈ യുദ്ധവിമാനം നൽകിയതിന് ശേഷമാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നത്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഈ കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് വിമാനം നൽകരുത് എന്ന അഭിപ്രായം അറേബ്യൻ മീഡിയകൾ പലതും അഭിപ്രായപ്പെട്ടു. ചില പത്രങ്ങൾ അവിടെ എഡിറ്റോറിയൽ തന്നെ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ശത്രുവിന് പാലൊഴിച്ച് കൊടുക്കുക. ചില പത്രങ്ങൾ എഴുതി ശത്രുവിന് മധുരമിട്ട പാലൊഴിച്ച് കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ ശത്രുവിനെ മനസ്സിലാക്കിയിട്ട് പോലും അവർ ബെഡ്റൂമിൽ താമസിപ്പിക്കുന്നു എന്നാണ് മറ്റുള്ള പത്രത്തിൻ്റെ ഈ എഡിറ്റോറിയലിൻ്റെ ഹെഡൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ കുടുംബ വ്യവസ്ഥ ആ രൂപത്തിലേക്ക് അമേരിക്കയെ കയറിപ്പിടിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഖത്തർ വിട്ടു നിൽക്കണം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്ത സമയത്ത് അത് കൃത്യമായ രീതിയിലുള്ള അറിവ് അമേരിക്കയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അറിവോടുകൂടി ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തൃപ്തിയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് സന്തോഷത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന വിമാനം അത് യാത്രാ വിമാനം ഒരിക്കൽ പോലും നൽകാൻ വേണ്ടി പാടില്ല എന്നായിരുന്നു ആ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞത്. അതിന് ഖത്തർ പറയുന്ന ഒരു മറുപടിയുണ്ട്.
തങ്ങൾ 2025 പ്രഖ്യാപനം നടത്തി, പിന്നീട് അത് റദ്ദ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അതൊരു ചതിയായി മാറിപ്പോകും എന്നൊരു സംശയമുണ്ട്. വാക്ക് തെറ്റിക്കുന്ന ഒരു രാജ്യമായിട്ട് പിൽക്കാലത്ത് ഈ ഖത്തറിൻ്റെ പേര് പറയാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുന്നതിലേക്കാണ് നല്ലത്. ഈ പണം നഷ്ടപ്പെട്ടാലും വിമാനം കൊടുക്കുക എന്നുള്ളതാണ് ഉചിതം എന്ന് ഖത്തർ മനസ്സിലാക്കുന്നു എന്നാണ് അതിനുള്ള വിവരം. അല്ലാതെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു മറുപടിയും വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പറയാൻ വേണ്ടിയിട്ട് ഖത്തർ അമീർ അമേരിക്കയെ ന്യൂയോർക്ക് സന്ദർശിക്കാൻ പോയി. ഡൊണാൾഡ് ട്രംപുമായിട്ട് നേരിട്ട് മുഖാമുഖം സംസാരിച്ച കാര്യങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങൾ പുറത്ത് വിട്ടതാണ്. ആ രീതി പോലും തെറ്റാണ് എന്നുള്ളതാണ്. അതായത് യുദ്ധം ചെയ്ത, രാജ്യം ആക്രമിച്ച ഭരണാധികാരിയെ തന്നെ നേരിട്ട് പോകാൻ വേണ്ടി പോയി കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഉചിതമായിരിക്കുന്ന കാര്യമല്ല. പിന്നീട് ഒരു ഗുണമുണ്ടായത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഖത്തറിനോട് മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഏറെക്കുറെ ഒരു രമ്യമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു സംതൃപ്തി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് സാരം. ഏതായിരുന്നാലും തിരിച്ചു വന്നു അതായത് ഖത്തറിൻ്റെ അമീർ തിരിച്ചു വന്ന സമയത്തും നല്ലൊരു സ്വീകരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമീറിന് കിട്ടിയിട്ടില്ല. ജനങ്ങളെല്ലാവരും പ്രശംസനീയപരമായിരിക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ആക്രമിച്ച രാജ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉചിതമല്ല എന്ന അഭിപ്രായം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഒന്ന് ഫലസ്തീൻ അതിലുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ്റെ വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ലെബനാൻ്റെ വിഷയം അങ്ങനെയാണ്, യമനിലെ വിഷയം അങ്ങനെയാണ്, ഇറാനിലെ വിഷയം അങ്ങനെയാണ്. അങ്ങനെ സർവ്വ മേഖലയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിലെല്ലാം കക്ഷി ഇസ്രായേലുണ്ട്. ഇസ്രായേൽ അങ്ങനെ ആക്രമിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ മൊത്തം അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാ കാലത്തും ഇസ്രായേൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ നയത്തെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അനുഭവം പ്രകടിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? ഈ കരാർ റദ്ദാക്കണമായിരുന്നു. പണം തൽക്കാലത്തേക്ക് നൽകുന്നില്ല എന്നെങ്കിലും പറയേണ്ടിയിരുന്നു. മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട്, മിഡിൽ ഈസ്റ്റ് സന്ദർശനം എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ആ സന്ദർശനം നമ്മൾ നോക്കണം. ഗസയുമായിട്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്താണ്, കൂട്ടക്കൊലകൾ നടക്കുന്ന സമയത്താണ്. ഏതെങ്കിലും തരത്തിലൊരു സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായിരിക്കുന്ന ഒരു നിർത്തലെങ്കിലും വരട്ടെ എന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ, UAE, സൗദി സന്ദർശിക്കാൻ വേണ്ടി, മിഡിൽ ഈസ്റ്റിലെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഗസ എന്ന് പറയുന്നത്. ഫലസ്തീൻ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമാണ്. ആ രാജ്യം സന്ദർശിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. രൂക്ഷമായിരിക്കുന്ന ആക്രമണങ്ങളും വെടിവെപ്പുകളും കൂട്ടക്കൊലകളും നടക്കുന്ന ആ സമയത്ത് ഗൾഫ് രാജ്യത്തിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ മീഡിയകൾ പറഞ്ഞത് ഏറെക്കുറെ സമാധാന വിഷയവും ദൗത്യവുമായിട്ടാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധവിരാമം വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. ട്രംപ് എത്തിയ സമയത്ത് തന്നെ അവർ ഒരു ഹോസ്പിറ്റലിൽ നേരെ ആക്രമണം നടത്തി ഇസ്രായേൽ. ഏകദേശം 100 ചില്ലാനം ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട്. അതോടുകൂടി ഒന്നുകൂടി രൂക്ഷമാകുന്നൊരു സ്ഥിതിയിലേക്ക് ഗസ പ്രശ്നങ്ങൾ എത്തി. ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന ആശുപത്രി ആക്രമണത്തിൽ 600ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. അത് ഹമാസ് തന്നെ ആണ് നടത്തിയത് എന്നുള്ളത് ഈ ഇസ്രായേൽ ആരോപിച്ചു. അതിന് തെളിവുകൾ കൊണ്ടുവരാൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഹാജരാക്കിക്കൊണ്ട് ലോകത്തോട് അതിനുള്ള കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായി പറയണമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു. ഹമാസ് ആണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾ തെളിയിക്കണം, നിങ്ങളല്ലെങ്കിൽ നിങ്ങളത് തെളിയിച്ചു കൊടുക്കണം എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഈ നെതന്യാഹു അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവരാണ് ചെയ്തത്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിക്രൂരമായിരിക്കുന്ന ഈ വർത്തമാന നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് പാലസ്തീൻ്റെ ദേശത്ത് ഇസ്രായേൽ നടത്തിയത്. അതിന് എല്ലാവിധം 75%, 65 മുതൽ ചില സമയത്ത് പറയുന്നു 80% വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ആയുധങ്ങളും വെടിക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും സൈനികരും സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത അമേരിക്കയാണ്. ഈ ഗസയിലെ കുരുന്നുകളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ നൽകിയ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് 3440 കോടി രൂപയുടെ യാത്രാ വിമാനം സൗജന്യമായിട്ട് നൽകി
എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, അതീവമായിരിക്കുന്ന ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ശത്രുവിന് പാല് കൊടുത്ത് വളർത്തുന്ന പ്രവർത്തനത്തിൽ നിന്ന് അറേബ്യൻ മുസ്ലിം രാജ്യങ്ങൾ പിന്നോക്കം നിൽക്കാത്തിടത്തോളം കാലം ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയുന്നത് ആരാന്നറിയോ? അമേരിക്കയുടെ പ്രസിഡന്റ്, ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ്. ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ അവർ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കുന്നു വേണ്ട, അവർ നിങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ട്, അങ്ങോട്ട് കയറിച്ചാൽ മതി, എത്രയേ ഉള്ളൂ. അത് വല്ലാതെ വൈകാതെ തന്നെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന യാത്രാ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് നൽകിയത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന അഭിപ്രായം ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ചയിൽ വന്നിരിക്കുകയാണ്.